ബിസ്മില്ലാഹിർ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറാണിത്. നമുക്ക് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോ അലാമത്ത ശരിയും തെറ്റും രേഖപ്പെടുത്താനാണ്, അടയാളപ്പെടുത്താനാണ്. 6 ചോദ്യങ്ങളാണിതിൽ. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. ഒന്നാമത്തെ ചോദ്യം, യജിബു ഇഅ്താഉ സകാത്തി ലിൽ മുസ്തഹഖീന, അവകാശികൾക്ക് സക്കാത്ത് നൽകൽ നിർബന്ധമാണ്. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയിട്ടെടുക്കുക. രണ്ടാമത്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫിൽ ബസ്സി സദഖത്തുഹു, കച്ചവട ചരക്കിൽ അതിൻ്റെ സ്വതക്ക നിർബന്ധമാണ്. കച്ചവട ചരക്കിൽ സ്വതക്ക നിർബന്ധമാണെന്ന്. അപ്പോൾ ഇതും ശരിയാണ്. മൂന്നാമത്തത്, അസ്സകാത്തു റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാമി, സക്കാത്ത് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്ന്. അപ്പോൾ ഇതും ശരിയാണ്. നാലാമത്, സ്വലാത്തു തസ്ബീഹി ഹിയ 5 റക്അത്തിൻ, തസ്ബീഹ് നിസ്കാരം 5 റക്അത്താണെന്ന്. ഇത് തെറ്റാണ്. ഇനി 5ാമത്തെ ചോദ്യം, ശുരിഅൻ നഫ്ലു ലിയുക്മില നഖ്സൽ ഫറായിദ്, ഫർളുകളിൽ വരുന്ന പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്ത് നിസ്കാരത്തിനെ നിയമമാക്കിയിട്ടുള്ളത്. ഇത് ശരിയാണ്. 6ാമത്തെ, സ്വലാത്തു ലാ തസ്ഖുതു മാദാമൽ അഖ്ലു സാബിതൻ, ബുദ്ധിയുള്ള കാലത്തോളം നിസ്കാരം അവൻ്റെ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു പോകൂല. ഇതും ശരിയാണ്. ഈ 2ാമത്തെ ചോദ്യം നോക്കുക, ഇംലയിൽ ഫറാഗ, ഒറ്റ ഭാഗം പൂരിപ്പിക്കുക. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ, അവ്വലുമാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്തു, നിസ്കാരം. അതായത് ഖിയാമ നാളിൽ ഒരു അടിമയോട് ആദ്യം ചോദിക്കപ്പെടുന്നത് നിസ്കാരമാണ്. അപ്പോൾ അസ്സലാത്തു എന്നാണ് ഉത്തരം. 2ാമത്തെ, സ്വലാത്തു നഫ്ലി ഹിയ അഫ്ളു അൻ നവാഫിലി എന്നാണ്. അപ്പോൾ സുന്നത്ത് നിസ്കാരം മറ്റ് സുന്നത്തായ കർമ്മങ്ങളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. 3ാമത്തെ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റക്അത്തൈനി, അപ്പോൾ ഹത്താ യുസല്ലിയ റക്അത്തൈനി, 2 റക്അത്ത് നിസ്കരിക്കുന്നതുവരെ പള്ളിയിൽ കയറിയ ഒരാളും ഇരിക്കരുത്. പള്ളിയിൽ കയറിയ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഇരിക്കരുത്. 4ാമത്തെ ചോദ്യം, അസ്സക്കാത്തു ലുഗത്തൻ, ഭാഷാപരമായിട്ട് സക്കാത്തിനക്ക് അർത്ഥം അത്തഹീറു വന്നമാഉ, ശുദ്ധീകരിക്കുക, വളർച്ച എന്നൊക്കെ ഇതാണ്. അപ്പോൾ വന്നമാഉ എന്നാണ് ഉത്തരം. 5ാമത്തെ ചോദ്യം, സക്കാത്തുൽ ഫിത്രി തുസമ്മ സക്കാത്തു അൽ ബദനി, ഫിത്ർ സക്കാത്തിന് സക്കാത്തുൽ ബദൻ എന്നും പേരുണ്ട്. ഇനി 3ാമത്തത്, കമ്മിലിൽ ജദ്വല, ഈ പട്ടിക പൂർത്തീകരിക്കാനാണ്. 1ാമത്തത്, കുളത്തിൽ മാല്, സമ്പത്തുകൾ സക്കാത്തിൻ്റെ പാടത്തുള്ളതാണ്. 2ാമത്, നിസാബ്, എത്രയാണ് അതിന് ഓരോ സമ്പത്തിൻ്റെയും നിസാബ് എത്രയാണ്, അതിൻ്റെ അളവ്, നിർബന്ധമാകുന്ന അളവ്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കുക നിർബന്ധമാകുക, എത്ര ഉണ്ടെങ്കിൽ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ദഹബ് മാ യഖൂ മഖാമു, സ്വർണം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതിനക്ക് 20 മിസ്കാൽ, 20 മിസ്കാൽ എങ്കിൽ അതായത് 85 ഗ്രാം, 2 എഴുതിയാലും ശരിയാണ്. 85 ഗ്രാം എന്നോ അല്ലെങ്കിൽ 220 മിസ്കാൽ എന്നോ എഴുതിയാൽ ഉത്തരം ശരിയാവും. 2ാമത്തെ ചോദ്യം, അൽ ഫില്ലത്തു, വെള്ളിയുടെ നിസാബ് എത്രയാണ്? വെള്ളിയുടെ നിസാബ് 100 ദിർഹമാണ്. 200 ദിർഹം എന്ന് എഴുതിയാലും ശരിയാകും, അല്ലെങ്കിൽ 595 ഗ്രാം എഴുതിയാലും ശരിയാകും. ഗനം, ആട്, അതിലെത്രയാണ്? ആടിൽ 40 ഷാത്തെന്ന്, 40 ആടുകളെന്ന്, 40 ഷാത്ത്. മാലു തിജാറ, കച്ചവട ചരക്കിൻ്റെ നിസാബ് എത്രയാണ്? സമയ നിസാബി ദഹബി അബിൽ ഫില്ലത്തി, സ്വർണത്തിൻ്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ നിസാബിൻ്റെ വിലയാണ്. അപ്പോൾ ഇത്രയും എഴുതിയാൽ ഉത്തരം ശരിയാകും. ഈ ബയ്യൻ വിശദീകരിക്കാനാണ്. 4 ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതം. ഫീ സബീലില്ലാ എന്നുള്ള ഉദ്ദേശം എന്താ? ഫീ സബീലില്ലാ എന്ന് പറഞ്ഞാൽ മൻ യുജാഹിദു ലില്ലാഹി മുതതവ്വിയൻ വലോ ഗനിയൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വമേധയാ ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ സമരം ചെയ്യുന്നവൻ എന്നാണ്. അതായത് അത് ധനികനാണെങ്കിലും. 2ാമത്തെ ചോദ്യം, അൽ ഫഖീർ, ഫഖീർ എന്ന് പറഞ്ഞാൽ ആരാ? ഫഖീർ എന്ന് മൻ ലൈസ ലഹു മാലുൻ വലാ കസ്ബുൻ ലായിഖുൻ യക്ഫീഹി ലിഹാജത്തിഹി, സമ്പത്തോ യോജിച്ച ജോലിയോ ഇല്ലാത്ത, അവൻ്റെ ആവശ്യങ്ങൾക്ക് മതിയാകാത്ത ജോലിയോ സമ്പത്തോ ഇല്ലാത്തവൻക്കാണ് ഫഖീർ എന്ന് പറയുക. സക്കാത്തു ഷർഅൻ, ഷർഇൽ സക്കാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്മുൻ ലിമാ യുഖ്റജു അൻ മാലിൻ ഔ ബദൻ അലാ വജ്ഹിൻ മഖ്സൂസ്, ഒരു പ്രത്യേക വജ്ഹിൽ ശരീരത്തിനെ തൊട്ടോ അല്ലെങ്കിൽ സമ്പത്തിനെ തൊട്ടോ കൊടുക്കുന്നതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. 4ാമത്തെ, അയ്യുൽ അമാൽ അഹബു ഇലയ്യ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലേതാണ് അസ്സലാത്തു അലാ വഖ്തിഹ. ഇനി 5ാമത്തത്, അജീബ്, ഉത്തരം എഴുതാനാണ്. ഇതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്ക് വീതം. മാതാ യഖൂലു മൻ ലം യസ്തതിഅ സ്വലാത്ത തഹിയ്യത്തി
തഹിയ്യത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ എന്താണ് പറയൽ സുന്നത്തുള്ളത്, എന്താണ് പറയേണ്ടത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. രണ്ടാമത്തെ ശുറൂത്ത് വുജൂബി സക്കാത്തി തിജാറ, കച്ചവട സക്കാത്തിൽ നിർബന്ധമാകാം, കച്ചവട സക്കാത്ത് നിർബന്ധമാകുന്നതിനുള്ള ഷർത്തുകൾ ഏതൊക്കെയാണെന്ന് 3 ഉണ്ട്. ഒന്ന് ബുലൂഗ് നിസാബ് എത്തുക. രണ്ടാമത്തേത് മുറൂറു സനത്തിൻ കാമിലത്തിൻ, ഒരു പരിപൂർണമായ ചന്ദ്രവർഷം കഴിഞ്ഞു കിടക്കുക. മൂന്നാമത്തെ നിയത്തു തിജാറത്ത്, കച്ചവട ലക്ഷ്യമുണ്ടാകുക, കച്ചവടത്തിൻ്റെ ഉദ്ദേശമുണ്ടാകുക, കച്ചവടം. മൂന്നാമത്തെ ചോദ്യം മൗദിഉ സ്വലാത്തി മിന ദീനി മാഹുവ, നിസ്കാരത്തിൽ ദീനിൻ്റെ സ്ഥാനം എന്താണ്? അക്ക മൗദിഉ റഅസി മിനൽ ജസദീൻ, അതാണ് അതിൻ്റെ, അതായത് ശരീരത്തിൽ തലയുടെ സ്ഥാനമാണ് നിസ്കാരത്തിന് ദീനിൻ്റെ സ്ഥാനമുള്ളത്. ഇനി സിൽ ബിൽ മുനാസിബ്, യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒന്നാമത്തത് 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ, ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക് വീതം. ഒന്നാമത്തെ ചോദ്യം ലാ യജൂസു ഇഖ്റാജു സകാത്തി തിജാറത്തി, കച്ചവട സക്കാത്ത് കൊടുക്കൽ പറ്റൂല. മിൻ നഫ്സിൽ ബിളാത്തി, രണ്ടുണ്ട് മിൻ നഖദ്, ആ കച്ചവട ചരക്കിൽ നിന്ന് തന്നെ കച്ചവട സക്കാത്ത് കൊടുക്കൽ അനുവദനീയമല്ല. അപ്പോൾ ഇതാണ് ഉത്തരം, മിൻ നഫ്സിൽ ബിളാത്തി എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം ദുആഉൽ ഇസ്തിഖാറത്തി യകൂനു ഡാഷ് ഖബല തസ്ലീമി ബഅദ തസ്ലീമിയ, അതായത് ഇസ്തിഖാറത്ത് നിസ്കാരം ഇസ്ലാമിന് ശേഷമാണ്, ഇസ്ലാമിന് മുൻപല്ല. ബഅദ തസ്ലീമി, ഇസ്ലാം വീട്ടിയതിന് ശേഷമാണ് ഇസ്തിഖാറത്തിൽ ദുആ ഉണ്ടായിക്കൊണ്ട്. മൂന്നാമത്തെ യുക്റഹു തർക്കു തഹിയ്യത്തി, തഹിയ്യത്ത് നിസ്കാരം ഉപേക്ഷിക്കൽ കറാഹത്താണ്. ബി ഉദ്രിൻ ബിലാ ഉദ്രിൻ, കാരണത്തോടു കൂടെ കാരണമില്ലാതെ. അതെന്ത്? കാരണമില്ലാതെ തഹിയ്യത്ത്, അപ്പോൾ ബിലാ ഉദ്രിൻ എന്നാണ് ഉത്തരം. കാരണമില്ലാതെ തഹിയ്യത്ത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. നാലാമത്തെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാത്തു ഇമാദുദ്ദീൻ, അപ്പോൾ ദീൻ എന്നാണ് ശരി ഉത്തരം. അഞ്ചാമത്തത് വഖ്തു ളുഹ മിൻ ഇർതിഫാഇ ശംസി, ളുഹയുടെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ഇലാ സവാലിഹ ഉച്ചവരെ. ഇത്രയും എഴുതിയ എന്താ മുഴുവൻ മാർക്ക് മുട്ടൻ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.